ഒരു വസ്തു വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ പരിശോധിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നറിയാമോ? 1. ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരം. ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം, സർവേ നമ്പർ, റീസർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ തുടങ്ങിയ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും അടങ്ങിയ ആധികാരിക രേഖയാണ് ആധാരം അല്ലെങ്കിൽ പ്രമാണം. 2. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അഥവാ കരമടച്ച രസീത്. ഭൂനികുതി അടയ്ക്കാൻ ഉടമ അല്ലെങ്കിൽ സഹ ഉടമകൾക്ക് മാത്രമേ ബാധ്യതയുള്ളൂ എന്നതിനാൽ കുടിശ്ശിക അടച്ചതിന് പകരമായി ലഭിക്കുന്ന രസീത് വസ്തുവിന്റെ നിയമപരമായ ഉടമസ്ഥത തെളിയിക്കാൻ ഉപയോഗിക്കാം. വസ്തു പണയം വെക്കാനും മറ്റും ബാങ്കിന് ആവശ്യമായ ഒരു പ്രധാന രേഖ കൂടിയാണ് നികുതി രസീത്. 3. റെക്കോർഡ് ഓഫ് റൈറ്റ് അഥവാ അവകാശത്തിന്റെ രേഖ. ഒരു ഭൂമിയുടെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന രേഖയാണ് ROR അഥവാ അവകാശങ്ങളുടെ രേഖ. 1968 റെക്കോർഡ് ഓഫ് റൈറ്റ് ആക്ട് നിലവിൽ വരുന്നത്. ഇതിന് തുല്യമായി പരിഗണിക്കുന്ന രേഖയാണ് തണ്ടപ്പേർ രജിസ്റ്റർ. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഓഫ് റൈറ്റിനെ തണ്ടപ്പേർ അക്കൗണ്ട് എന്നും അറിയപ്പെടുന്നു. റെക്കോർഡ് ഓഫ് റൈറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇവയാണ്: വസ്തുവിവരവും അളവും, കൈവശാവകാശിയുടെ പേരും വിലാസവും, ഭൂമിയിൽ മറ്റ് അവകാശങ്ങളോ ബാധ്യതകളോ ഉള്ള ആളുകളുടെ പേരും വിലാസവും, കുടികിടപ്പുകാരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവ. 4. ഡേറ്റാ ബാങ്ക് ആൻഡ് ബേസിക് ടാക്സ് രജിസ്റ്റർ അഥവാ അടിസ്ഥാന ഭൂനികുതി രേഖ. ഒരു വസ്തു വാങ്ങുമ്പോൾ പ്രധാനമായും പരിശോധിക്കേണ്ട രേഖയാണ് ഡേറ്റാ ബാങ്കും ബേസിക് ടാക്സ് രജിസ്റ്ററും. ഇത് പരിശോധിക്കുന്നതിലൂടെ ഒരു ഭൂമിയുടെ തരം അല്ലെങ്കിൽ ഇനം ഏതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഭൂമിയെ പ്രധാനമായും 3 തരം തിരിച്ചിരിക്കുന്നത്: തോട്ടം, നിലം, പുരയിടം. ബേസിക് ടാക്സ് രജിസ്റ്റർ പരിശോധിക്കുന്നതിലൂടെ ഒരു ഭൂമി പുരയിടമാണോ നിലമാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എല്ലാ നിലങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി 2008 സർക്കാർ ഇറക്കിയ രേഖയാണ് ഡേറ്റാ ബാങ്ക്. ഡേറ്റാ ബാങ്കിലോ ബേസിക് ടാക്സ് രജിസ്റ്ററിലോ ഉൾപ്പെട്ടിട്ടുള്ള നിലത്തിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. 5. എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടികിടപ്പ് സർട്ടിഫിക്കറ്റ്. ഒരു വസ്തു സാമ്പത്തികപരമായും നിയമപരവുമായ ബാധ്യതകളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പ് നൽകുന്ന ഒരു പ്രധാന രേഖയാണ് കുടികിടപ്പ് സർട്ടിഫിക്കറ്റ്. ഒരു വസ്തു വിൽക്കാനും ലോൺ എടുക്കാനും കുടികിടപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കൂടാതെ ഒരു ഉടമസ്ഥന്റെ സ്വതന്ത്ര ഉടമസ്ഥാവകാശം പരിശോധിക്കാനും കുടികിടപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 6. പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ്. നിങ്ങളൊരു വസ്തു വാങ്ങുമ്പോൾ അതിന്റെ ഇപ്പോഴത്തെ അവകാശം ആരുടെ പേരിലാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള നിയമപരമായ രേഖയാണ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന്റെ കൂടെ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റിന് കൂടി അപേക്ഷ നൽകാവുന്നതാണ്. ഇത് വസ്തുവിന് മേൽ എന്തെങ്കിലും തരത്തിലുള്ള ജപ്തി നടപടികൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കൈവശാവകാശവും നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റും റവന്യൂ വകുപ്പാണ് നൽകുന്നത്. ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉപയോഗിച്ചാണ് നൽകുന്നത്. ഇതിനാവശ്യമായ അനുബന്ധ രേഖകൾ ആധാർ കാർഡ്, കരമടച്ച രസീത് എന്നിവയാണ്. ഈ രേഖകളൊക്കെയാണ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.